2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. NGO സംഘടനയായ സൈന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു. സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി പ്രകാരം NGO സംഘടനയായ സൈന്റെ നേതൃത്വത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തിനായി വനിതകൾക്ക് 50% സൗജന്യമായി 634 ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തത്. പറവൂർ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവരെയൊക്കെ ഈ ആളുകളിൽ നിന്ന് കണ്ടെത്തി ആവശ്യമായ ട്രെയിനിങ് കൊടുത്ത് ഞങ്ങൾ പല കമ്പനികളുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ആ സഹോദരന്മാർക്ക് ആവശ്യമായ രീതിയിൽ തുണിത്തരങ്ങൾ എത്തിച്ച് അവർ തയ്യൽ ജോലിയിൽ വ്യാപൃതരാക്കി വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏണിംഗ് മെമ്പറായി സഹോദരന്മാർ മാറണം എന്നാണ് നമ്മൾ ഇതിലാഗ്രഹിക്കുന്നത്. നമ്മുടെ താല്പര്യം തന്നെ ഈ 50,000-ൽ ഒരു പകുതിയിൽ കൂടുതൽ സഹോദരന്മാർക്ക് തൊഴിൽ കിട്ടാൻ കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ചെറിയ കുടുംബങ്ങളാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥമാരുടെ അടിസ്ഥാനത്തിൽ ഭാര്യയും ഭർത്താവും 1-2 കുട്ടികളുടെ ചെറിയ കുടുംബം. അപ്പോൾ സ്വാഭാവികമായും ആ കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് ഇൻകം വേണം. അതിനേക്കാൾ ഉപരി അവർക്ക് നല്ല അംഗീകാരം ഉണ്ടാകണം. വീട്ടിൽ അംഗീകാരം വേണം, പുറത്തും അംഗീകാരം വേണം. BJP പറവൂർ മണ്ഡലം പ്രസിഡന്റ് TA ദിലീപ് അധ്യക്ഷത വഹിച്ചു. സെയിൻ സംസ്ഥാന സെക്രട്ടറി രൂപേഷ് ശാർമേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി. ട്രഷറർ KT ബിനീഷ്, കോർഡിനേറ്റർ സുനിൽകുമാർ കളമശ്ശേരി, KP രാജൻ, TG വിജയൻ, ES പുരുഷോത്തമൻ, സിമി തിലകൻ, MN ബാലചന്ദ്രൻ, രാജു മാടവന, BJ പ്രകാശ്, VK രാമു എന്നിവർ പ്രസംഗിച്ചു. അത് 50% ഓഫിലാണ് ഇപ്പോൾ വണ്ടി ലഭിച്ചത്. എനിക്ക് ആദ്യമായിട്ടാണ് സ്വന്തമായിട്ടൊരു വാഹനം കിട്ടുന്നത്. അതിൽ എനിക്ക് രാധാകൃഷ്ണൻ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ബസ്സിലൊക്കെ തിക്കും തിരക്കിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ ഇങ്ങനൊരു വണ്ടി കിട്ടാൻ. ന്യൂസ് ബ്യൂറോ, പറവൂർ.